ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലുള്ളത്. ഞങ്ങൾക്ക് നാട്ടിലെ ഓണപ്പരിപാടി ഉണ്ട് കേട്ടോ. ഓണമൊക്കെ ആയിട്ട് എനിക്ക് പ്രശ്നം ഞങ്ങൾക്ക് എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഓണമില്ല, അമ്മച്ചൻ മരിച്ചോണ്ട് ഓണമില്ല. അപ്പം ഞങ്ങളിപ്പോൾ നാട്ടിലെല്ലാ വർഷവും പരിപാടി ഉണ്ടാവലുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ സമയം ഉച്ചയായിട്ട്, ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നെ വലിയ ആൾക്കാരുടെ പരിപാടി ആയിരുന്നു. രാവിലെ ചെറിയ മക്കളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഈ ബലൂൺ പൊട്ടിക്കൽ, കസരക്കളി ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതിനൊന്നും പോയില്ല. എന്തോ പറ്റിയില്ല, രാവിലെ ലേറ്റായി, ഓരോരോ മണിയിലായി പോയി, അതുകൊണ്ട് പറ്റിയില്ല. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം 2:00 വീണ്ടും തുടങ്ങുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ സമയം 2:45 ഞങ്ങൾ അവിടെ എത്തിയിട്ടില്ല ആരും. ഇവളെ കാത്തുക്കാണ്, ഇനി ഇവള് വരണം. എന്നിട്ട് ഞങ്ങൾക്ക് വേറെ എടുത്തിട്ടുണ്ട്, വളയും വിളിച്ചിട്ട് ഞങ്ങൾക്ക് പോകണം. ഞങ്ങൾ നാട്ടിൽ തന്നെയുള്ളൊരു പറമ്പെന്നാണ് ഈ പരിപാടിയൊക്കെ വരുന്നത്. ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം ബാക്കിയൊക്കെ. എല്ലാ കൊല്ലവും ഞങ്ങളിങ്ങനെ മത്സരത്തിനൊക്കെ പല ഉറിയടി, കമ്പാലി അതിനൊക്കെ നിൽക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേക രസമാണ് ഇതിനൊക്കെ, പരിപാടിക്കൊക്കെ പങ്കെടുക്കുക എന്നുള്ളത്. അങ്ങനെ ഇനിയിപ്പം അവിടെ പോയിട്ട് ഇനി പുതിയ എന്തെങ്കിലും പരിപാടി, മറ്റേ എന്തോ പരിപാടി ഉണ്ട് ഇതുവരെ ഇല്ലാതെ, ഇഷ്ടിക എന്തോ സംഭവമുണ്ട്. അപ്പം അത് അറിയാം. പിന്നെ ചാക്ക് റൈസ് അങ്ങനെ അതൊന്നും ഞങ്ങൾ പങ്കെടുക്കില്ല കേട്ടോ. ഒക്കെ ബോയ്സ് അങ്ങനെ പങ്കെടുക്കാറ്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം ബാക്കി വിശേഷങ്ങളൊക്കെ. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിയാണ്. അവിടെ പരിപാടിക്ക് വേണ്ടേ? എന്തിനൊക്കെ നീ നിൽക്കുന്നില്ല? കസാരക്കളിയുണ്ട്, പിന്നെ ഉറിയടിക്കണ്ട, കമ്പലിക്കണ്ട, എല്ലാ പരിപാടിയും ഉണ്ട്. ഞങ്ങൾ ഇന്ന് ഓണം ആഘോഷിക്കും. എല്ലാവർക്കും ഹാപ്പി ഓണം. ചേച്ചി മാറ്റുകയാണ്. എത്ര നേരമായി ഇവിടെ നിൽക്കുന്നു? കുറെ നേരം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു. ഇവിടെ ഒരു നായുണ്ട്, ഇവിടെ ലൂസിയാണുള്ളത്. നമ്മുടെ 2 പിള്ളേർ വന്നിട്ടുണ്ട്. വേറെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു? ലെമൺ സ്പൂണ്, ജാക്ക് റൈസ്, പിന്നെ തൊപ്പി മാറ്റിയത്, എന്തിനൊക്കെയാ ഫസ്റ്റ്? ചാക്ക് റൈസിന്, പിന്നെ ലെമൺ സ്പൂൺ. എനിക്ക് പിന്നെ സെക്കൻഡ് ആയിട്ട് സാരില്ല. അടുത്തത് എന്നോട് വരട്ടെ. അടുത്ത ഞങ്ങൾക്ക് കമ്പവലിയുണ്ട്. ഇവര് കമ്പലിയൊന്നുമില്ല, ചെറിയ പിള്ളേർക്കില്ല. ചെറിയ പിള്ളേർക്കില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു മഞ്ഞാട്ട ഞങ്ങൾക്ക് ഗായത്രിയാണ് ഞങ്ങളെ കരുത്ത്. ഞാൻ എന്താക്കാൻ കഴിച്ചില്ല. ഇവളെയാണ് ഇത്രയും നേരം കാത്തുന്നത്. ഇപ്പോഴാണ് വന്നത്. കൂട്ടാനുണ്ട്. ഇനി അവളെ നമ്മൾ കാത്തിക്കാം. ഇനിയിപ്പോൾ അവളെ ഇവിടെ കാത്തു നിൽക്കേണ്ടി വരും. ഇവളെ കാത്തു നിന്ന പോലെ നോക്കാം. നമുക്ക് അവിടെ എത്തിക്കും. ഇവളിവിടെ കൂട്ടാൻ വന്ന് നോക്കുമ്പോൾ ഇവൾ ഇതാ ചേച്ചിക്ക് മൈലാഞ്ചി ഇട്ടെടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ പരിപാടിയുള്ള സ്ഥലത്തേക്ക് പോയത്. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിതാ എത്താനായി, കുറച്ചേ ഉള്ളൂ അല്ലേ? എന്താണ് പിന്നെന്തല്ല ഓണായിട്ട് പറയാനുള്ളത്? ഓണായിട്ട് മഴയാണ്. മഴ ചതിക്കുമെന്ന് അറിയില്ല. നല്ല പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പം അവിടെ കാണാം. അപ്പോൾ ഇതാണ് പരിപാടി നടക്കുന്ന സ്ഥലം. ഒരു കുഞ്ഞു പരിപാടിയാണ്. ഞങ്ങളുടെ നാട്ടിൽ എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ എത്താൻ തന്നെ ലേറ്റ് ആയിട്ടുണ്ട്, ആരും എത്തിയില്ലായിരുന്നു. അങ്ങനെ എത്തിയ പഠനം വേഗം പരിപാടി തുടങ്ങിയാണ്. ആദ്യം തന്നെ ലെമൺ സ്പൂൺ റൈസ് ആട്ടോ. അതിലെനിക്ക് ഫസ്റ്റ് കിട്ടി. പിന്നെ ഫൈനലി ഞാൻ പൊട്ടിപ്പോയി ഗൈസ്. എന്താ ചെയ്യുക? അത് കഴിഞ്ഞ് പിന്നെ കുപ്പിയിൽ വെള്ളം നിറക്കലാണ്. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും പരിപാടി ഇങ്ങനെ ഞങ്ങളിവിടെ ഇങ്ങനെ എന്താ പറയുക പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടിയിലേക്കുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്ത മ്യൂസിക്കൽ ചെയറാണ്. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു. ഹലോ ഗൈസ്, അപ്പോൾ അടുത്തത് ഉറിയടി മത്സരമാണ്. പക്ഷേ ഞങ്ങൾ ഒരു അത്യാവശ്യത്തിനാണ് ഇവിടെ വീട്ടിൽ വന്നിട്ട് സാധനം എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇനി അവിടെ തുടങ്ങി നമുക്ക് വേഗം അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ ഇതാ ഉറിയടി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അടുത്തെത്തിയിരുന്നു, പക്ഷെ അടിക്കാൻ പറ്റിയില്ല. സാരമില്ല. കമ്പവലി കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങളുടെ ടീം ജയിച്ചു അല്ലേ? ഞാൻ പ്രോത്സാഹിപ്പിച്ചു. ഇനി ആണുങ്ങളെ മത്സരമാണ്. ഞങ്ങൾ കഴിഞ്ഞു. കാണാം. ഇവിടെ കമ്പവലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഗൈസ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഒന്നും കാണുന്നില്ല.